ഡിസംബർ 23-ാം തീയതിയിലെ UPSC സിവിൽ സർവീസ് എക്സാമിന് റിലവൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അതിൽ ആദ്യത്തേത് ഇന്ത്യയും കുവൈത്തും തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞത് അതൊരു സ്ട്രാറ്റജിക് റിലേഷൻഷിപ്പ് ആയിട്ട് സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് ആയിട്ട് ഉയർത്തി എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തയാണ്. ഒരുപാട് വിഷയങ്ങളിൽ MOU സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു, പ്രത്യേകിച്ചും ഡിഫൻസ് കോപ്പറേഷനുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഈ ഒരു വിഷയമാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യയും കുവൈത്തും തമ്മിലുള്ള ബന്ധം അത് മെച്ചപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ട് ഡിഫൻസ് ടൈസ് ഒക്കെ മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് എഗ്രിമെന്റുകൾ സൈൻ ചെയ്തിട്ടുണ്ട്. രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഡിഫൻസ് പേഴ്സണലിനെ ഷെയർ ചെയ്യുന്നതിന്, ജോയിന്റ് മിലിറ്ററി എക്സസൈസുകൾ നടത്തുന്നതിന് വേണ്ടി, അതുപോലെ തന്നെ മിലിറ്ററി എക്യുപ്മെന്റുകൾ ഷെയർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു മീറ്റിംഗ് അല്ലെങ്കിൽ ഈ ഒരു MOU സൈൻ ചെയ്തിട്ടുള്ളത്. അതുവഴി രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ ഒരു സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് എന്ന രീതിയിലേക്ക് ഉയർത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഓർത്തുക, നമ്മുടെ പ്രധാനമന്ത്രി ഈ ഒരു കുവൈത്ത് സന്ദർശിക്കുന്ന കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഡിസ്കഷന്റെ ഭാഗമായിട്ട് ഒരുപാട് മേഖലകളിൽ, പ്രത്യേകിച്ചും ഫാർമസ്യൂട്ടിക്കൽസ്, IT, ഫിൻടെക്, ഇൻഫ്രാസ്ട്രക്ചർ, സെക്യൂരിറ്റി തുടങ്ങിയിട്ടുള്ള പല മേഖലകളിലുമുള്ള വിഷയങ്ങളുടെ മേലെ ഡിസ്കഷൻസ് ഉണ്ടായിരുന്നു. രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള എക്കണോമിക് അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റിംഗ് ലിങ്ക്സ് മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടും ആ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള എക്കണോമിക് ടൈസ് സാമ്പത്തികമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടും കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് എനർജി സെക്ടർ, ഡിഫൻസ് സെക്ടർ, മെഡിക്കൽ ഡിവൈസ് സെക്ടർ, ഫാർമ സെക്ടർ, അതുപോലെ തന്നെ ഫുഡ് പാർക്കുകളിലേക്കും മറ്റുമൊക്കെ കൊണ്ടുവരുന്നതിന് വേണ്ടി ഡിസ്കഷൻ ഉണ്ടായിരുന്നു. കൂടാതെ കുവൈത്തി ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റിയെ ഇന്ത്യയെ വിസിറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഇൻവൈറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഓർത്തുക, പ്രധാനമായിട്ടും കൾച്ചറൽ എക്സ്ചേഞ്ചുമായി ബന്ധപ്പെട്ടുള്ള, സ്പോർട്സ് കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടുള്ള, അതുപോലെ തന്നെ ഡിഫൻസ് കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടുള്ള എഗ്രിമെന്റുകളാണ് MOU ആണ് സൈൻ ചെയ്തിട്ടുള്ളത്. ഇത് കൂടാതെ ഒരു ജോയിന്റ് വർക്കിംഗ് ഗ്രൂപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഡിസ്കഷൻ ഉണ്ടായിരുന്നു. ട്രേഡ്, ഇൻവെസ്റ്റ്മെന്റ്, എഡ്യൂക്കേഷൻ, ടെക്നോളജി, അഗ്രികൾച്ചർ, സെക്യൂരിറ്റി, അതുപോലെ തന്നെ മറ്റ് മേഖലകളിലും ഒക്കെ ഹെൽത്ത്, മാൻ പവർ, ഹൈഡ്രോ കാർബൺ സെക്ടർ, അങ്ങനെ പല മേഖലകളിലും സഹകരണം കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതേപോലെ തന്നെ കുവൈത്തിന്റെ ഹയസ്റ്റ് ഓണർ ആയിട്ടുള്ള മുബാറക് അൽ കബീർ ഓർഡർ ഇത് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് നൽകുകയും ചെയ്തു. അത് ഇന്ത്യയെ റെക്കഗ്നൈസ് ചെയ്യുന്നതിനും ഒക്കെയുള്ള ഒരു ഭാഗമായിട്ട് കാണാൻ പറ്റും. അതുവഴി ഇന്ത്യയുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടും അവർ ശ്രമിച്ചിട്ടുണ്ടെന്ന് ഓർത്ത് വെക്കാം. അപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രിയുടെ ആദ്യത്തെ കുവൈത്ത് വിസിറ്റ് ആണുള്ളത്. ലോങ് സ്റ്റാൻഡിംഗ് ആയിട്ട് നല്ല ഫ്രണ്ട്ലി പോളിസിയുള്ള രാജ്യത്ത് ആ ബന്ധം സ്ട്രെങ്തൻ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ പ്രധാനമന്ത്രി സന്ദർശിച്ചിട്ടുള്ളത് എന്നുകൂടി ഓർത്തു വെക്കാം. അടുത്തത് സൈമൾട്ടേനിയസ് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ബില്ല് ലോകസഭയിൽ വയ്ക്കുകയും അത് പാർലമെന്ററി കമ്മിറ്റിക്ക് വിടുകയും ചെയ്തിട്ടുള്ള കാര്യം നമ്മൾ പറഞ്ഞു. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള എഡിറ്റോറിയലാണ് സൈമൾട്ടേനിയസ് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ബ്രീഫായിട്ട് നോക്കാം. യൂണിയൻ ഗവൺമെന്റ് ലോകസഭയിൽ രണ്ട് ബില്ലുകൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഒന്ന് യൂണിയൻ ടെറിട്ടറിയുമായി ബന്ധപ്പെട്ട ബില്ലും, രണ്ടാമത്തത് ലോകസഭാ ഇലക്ഷനുമായി ബന്ധപ്പെട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റുമാണ് കൊണ്ടുവന്നത്. വൺ നാഷൻ വൺ ഇലക്ഷൻ എന്ന രീതിയിലാണ് ലോകസഭാ ഇലക്ഷൻസും അതുപോലെ തന്നെ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവുകളിലേക്കുള്ള ഇലക്ഷൻസും ഒന്നിച്ച് നടത്തുന്നതിന് വേണ്ടിയിട്ട് ബില്ല് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ബില്ല് കൊണ്ടുവരുമ്പോൾ തന്നെ 263 പേര് അനുകൂലമായിട്ടും 198 പേര് എതിർത്തും വോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് 2/3 മെജോറിറ്റി വേണം ഒരു ഭരണഘടനാ ഭേദഗതി ചെയ്യാൻ വേണ്ടിയിട്ട്. അത്രയും മെജോറിറ്റി, അതായത് 307 വോട്ടുകൾ വേണം. അത് ഗവൺമെന്റിന് നിലവിലില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. അപ്പോൾ 39 അംഗ ഒരു ഹൗസ് പാനലിലാണ്, ലോകസഭാ കമ്മിറ്റിക്കാണ് ഈ ഒരു ബില്ല് വിട്ടിട്ടുള്ളത് പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് എന്നുകൂടി ഓർത്തു വെക്കാം. അപ്പോൾ ഈ ഒരു ബില്ലിൽ പ്രത്യേകിച്ചും രാംനാഥ് കോവിന്ദ് എന്ന് പറഞ്ഞ മുൻ പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള പഠനത്തിന്റെ ഭാഗമായിട്ടുള്ള റെക്കമെൻഡേഷൻസ് ആണ് സൈമൾട്ടേനിയസ് ഇലക്ഷൻസുമായി ബന്ധപ്പെട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്ന് ഓർത്തു വെക്കാം. അപ്പോൾ ഈ ഒരു അമെൻമെന്റുകൾ പ്രകാരം നമ്മുടെ രാജ്യത്ത് സൈമൾട്ടേനിയസ് ഇലക്ഷൻ ഓർത്തു വെക്കുക 2034 ലോക്സഭാ ഇലക്ഷൻ മുതലാണ് ഈ ഒരു, അതായത് അടുത്ത ഇലക്ഷൻ മുതൽ ശേഷമുള്ള അടുത്ത ഇലക്ഷൻ, അതായത് അടുത്ത ഇലക്ഷൻ ഏകദേശം 2029 ടേമിൽ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അതിനുശേഷമുള്ള ഇലക്ഷനിലാണ് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് സ്റ്റേറ്റ് അസംബ്ലീസ് ഡിസോൾവ് ചെയ്തിട്ട് മിഡ് ടേം ഇലക്ഷൻസ് കണ്ടക്ട് ചെയ്യേണ്ടി വരും. പക്ഷേ ന്യൂ അസംബ്ലിയുടെ ടെന്യൂർ 5 years ഫ്രം ദ അപ്പോയിന്റഡ് ഡേറ്റിലേക്ക് നിൽക്കും എന്നുള്ളതാണ്. അപ്പം ഈ ഒരു ബില്ല് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ഷൻ കമ്മീഷന് കൂടുതൽ അധികാരം നൽകുന്നു എന്ന് പറഞ്ഞു. അതായത് എപ്പോൾ ഇലക്ഷൻ നടത്തണം, എപ്പോൾ ഇലക്ഷൻ നടത്തണ്ട എന്ന് തീരുമാനിക്കാനുള്ള അധികാരം ഇലക്ഷൻ കമ്മീഷന് നൽകുന്നുണ്ട്. പ്രത്യേകിച്ചും ലോക്സഭാ ഇലക്ഷനുമായിട്ട് സിങ്ക് ചെയ്ത് മാത്രം സ്റ്റേറ്റ് ഇലക്ഷൻസ് നടത്തിയാൽ മതി എന്നുള്ള ഒരു അധികാരം ഇലക്ഷൻ കമ്മീഷനുണ്ട്. ഇത് വളരെയധികം ക്രിട്ടിസൈസ് ചെയ്യപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ചും ഇത് ആന്റി ഫെഡറൽ ആണ്. ഈ ഒരു അധികാരം ഇലക്ഷൻ കമ്മീഷന്റെ കൈകളിലേക്ക് കൊണ്ടുപോവാണ്. അത് പ്രധാനമായിട്ടും സ്റ്റേറ്റിന്റെ റോള്, പ്രത്യേകിച്ചും ലോക്സഭാ ഇലക്ഷന് അനുസൃതമായി മാത്രം സ്റ്റേറ്റ് ഇലക്ഷൻ നടത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകും എന്നുള്ളതാണ്. ഇത് കൂടാതെ
ഇലക്ഷൻ കോസ്റ്റ് സേവ് ചെയ്യും എന്ന് പറയുന്ന ഒരു റേഷണലാണ് പറയുന്നതെങ്കിൽ പോലും മൾട്ടിപ്പിൾ ഇലക്ഷൻസ് നടത്തുന്ന സമയത്ത് അതുകൊണ്ട് കാര്യമായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടാവില്ല എന്നാണ് കരുതുന്നതായിട്ടുള്ളത്. പ്രത്യേകിച്ചും മിഡ് ടേം ഇലക്ഷൻസ് വീണ്ടും വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ ആക്ച്വലി നിലവിൽ ഭരിക്കുന്ന BJP അല്ലെങ്കിൽ NDA ഗവൺമെന്റിന്റെ ഒരു സെൻട്രലൈസിങ് അജണ്ടയാണ് കാണുന്നത്. അല്ലാതെ ഈ ഒരു രാജ്യത്തിൻ്റെതായിട്ടുള്ള താല്പര്യങ്ങൾ അല്ല റിഫ്ലക്ട് ചെയ്യുന്നതെന്നാണ് എഡിറ്റോറിയലിൽ ക്രിട്ടിസൈസ് ചെയ്യുന്നത് എന്നുകൂടി ഓർത്തു വെക്കുക. അടുത്തൊരു വാർത്ത, വിദേശത്തേക്ക് പോകുന്ന ഇന്ത്യൻ വർക്കേഴ്സിനെ എക്സ്പ്ലോയിറ്റേറ്റ് ചെയ്യുന്നത്. റീസെൻ്റ് ആയിട്ട് നമുക്ക് ലിബിയയിലും മറ്റുമൊക്കെ 16ഓളം ഇന്ത്യക്കാർ കുടുങ്ങിക്കിടക്കുന്ന കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഒരു എഡിറ്റോറിയലാണ്. അപ്പോൾ ഇത്തരത്തിൽ വിദേശത്ത് ജോലി ചെയ്യാൻ വേണ്ടി പോകുന്ന ഇന്ത്യക്കാർ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും അവരെ സംരക്ഷിക്കേണ്ട ആവശ്യകതയെക്കുറിച്ചും ഒക്കെയാണ് എഡിറ്റോറിയൽ പറയുന്നതായിട്ടുള്ളത്. ഇതിൻ്റെ കാരണം എന്ന് വെച്ചാൽ 16ഓളം ഇന്ത്യൻ വർക്കേഴ്സ് അവരെ ലിബിയയിൽ ജോലിക്ക് വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. കൃത്യമായിട്ട് രേഖകളില്ലാത്തത് കൊണ്ട് അവരെ എംബസിയിൽ പ്രൊട്ടക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇന്ത്യയിലേക്ക് തിരിച്ചു വിടാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ നമ്മൾക്കറിയാം തൊഴിലില്ലായ്മ വളരെ രൂക്ഷമായിട്ടുള്ള ഒരു രാജ്യമാണ്. അതിന്റെ ഭാഗമായിട്ട് ഇത്തരത്തിലുള്ള ലേബർ എക്സ്പ്ലോയിറ്റേഷൻ നടക്കുന്നുണ്ട്. ലക്ഷക്കണക്കിന് ഇന്ത്യക്കാരെ എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെടുന്നുണ്ടെന്ന് ഓർത്ത് വെക്കാം. പ്രത്യേകിച്ച് നമ്മൾ നോക്കി കഴിഞ്ഞാൽ പല വർക്കേഴ്സും പ്രത്യേകിച്ച് UAE-യിലും മറ്റുമൊക്കെ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സ് അവർ ബംഗാസിലേക്കും ലിബിയയിൽ ഒക്കെ ആയിട്ട് റീലൊക്കേറ്റ് ചെയ്യേണ്ട സാഹചര്യത്തിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ചും അവർക്ക് എക്സിറ്റ് പെർമിറ്റുകൾ ഇല്ലാത്ത രീതിയിൽ അവർ പോകേണ്ട നിർബന്ധിതമായി മാറുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഇന്ത്യൻ എംബസി ഇടപെടുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നുള്ളത്. അവർ ആക്ച്വലി UAE-യിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷെ അവരെ ബംഗാസിലേക്ക് ലിബിയയിലേക്ക് നിർബന്ധിതമായിട്ട് പറഞ്ഞയക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഓർത്ത് വെക്കാം. ഇതേപോലെ തന്നെ കുവൈത്തിലെ ഒരു ലേബർ ക്യാമ്പിൽ ജൂൺ മാസത്തിൽ ഫയർ ഉണ്ടായി. 40ഓളം ഇന്ത്യൻ വർക്കേഴ്സ് മരണപ്പെടുന്ന സാഹചര്യം കണ്ടിരുന്നു. ഇതും വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഗൾഫ് മേഖലയിൽ പ്രത്യേകിച്ച് ജോലി ചെയ്യുന്ന ആൾക്കാരുടെ ഇടയിലുണ്ട് എന്നാണ് കാണിക്കുന്നുള്ളത്. ഏകദേശം 13 മില്യൺ ആൾക്കാർ, അതായത് ഏകദേശം 1.3 കോടി ആൾക്കാരാണ് വിദേശ രാജ്യങ്ങളിൽ ഗൾഫ് കൺട്രീസിലും മറ്റുമൊക്കെ ആയിട്ട് ജോലി ചെയ്യുന്നതായിട്ടുള്ളത്. ഇവർ ഇന്ത്യൻ എക്കണോമിയിലേക്ക് ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ വളരെ എക്സ്പ്ലോയിറ്റേറ്റീവ് ആയിട്ടുള്ള സാഹചര്യങ്ങളാണ് ഇവർ ജോലി ചെയ്യേണ്ടി വരുന്നത്, പലരും ജോലി ചെയ്യേണ്ടി വരുന്നത് എന്നുള്ളത് ഒരു വളരെ അലാമിംഗ് ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. പലപ്പോഴും പല ആൾക്കാരെയും ഹൈ റിക്രൂട്ട്മെന്റ് ഫീസ് ലോണുകളും മറ്റുമൊക്കെ എടുത്തിട്ടാണ് അവർ പോകുന്നതായിട്ടുള്ളത്. ഈവൻ അവിടെ പോയി കഴിഞ്ഞാൽ കഫാല സിസ്റ്റം എന്ന് പറയുന്ന ആ ഒരു സിസ്റ്റം ഗൾഫ് കൺട്രീസിൽ പ്രധാനമായിട്ടും പ്രിവെയിൽ ചെയ്യുന്ന ഒരു സ്പോൺസർഷിപ്പ് പോലുള്ള സിസ്റ്റമാണ് കഫാല സിസ്റ്റം എന്ന് പറയുന്നത്. അത് പലപ്പോഴും ഈ ജോലിക്ക് പോകുന്ന ആൾക്കാരുടെ അവകാശങ്ങളും മറ്റുമൊക്കെ ഇല്ലാതാക്കുന്ന സാഹചര്യത്തിലേക്കും പോകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഇന്ത്യൻ ഗവൺമെന്റ് ഓൾറെഡി ഈ മൈഗ്രേറ്റ് സിസ്റ്റം പ്രത്യേകിച്ചും ഇത്തരത്തിൽ മൈഗ്രേറ്റ് ചെയ്യുന്ന ആൾക്കാരെ കൃത്യമായിട്ട് റെഗുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയും ലേബർ മൈഗ്രേഷനെ കൃത്യമായിട്ട് അഡ്രസ് ചെയ്യുന്നതിന് വേണ്ടിയും ഈ മൈഗ്രേറ്റ് എന്ന് പറയുന്ന സിസ്റ്റം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ പോലും ഇതിനെയൊക്കെ ബൈപ്പാസ് ചെയ്തിട്ട് ആൾക്കാർ പോകുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതായത് പല രാജ്യങ്ങളെയും പ്രത്യേകിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇസ്രായേൽ, റഷ്യ തുടങ്ങിയിട്ടുള്ള പല രാജ്യങ്ങൾ non-ECR കൺട്രീസിനെ ഇവിടെ ഈ മൈഗ്രേറ്റ് സിസ്റ്റം അപ്ലിക്കബിൾ അല്ല. അവിടെ ഇന്ത്യൻ വർക്കേഴ്സ് പ്രത്യേകിച്ചും അധിക ഡേഞ്ചേഴ്സ് നേരിട്ട് അവർ പ്രത്യേകിച്ചും ഡെത്ത് അല്ലെങ്കിൽ കോൺഫ്ലിക്ട് സോണുകളിലേക്ക് ജോലിക്ക് പോകേണ്ട സാഹചര്യം വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തെ ഇമിഗ്രേഷൻ ആക്ടിന്റെ റീഫോർമേഷന് വേണ്ടിയിട്ട് അതിന് മാറ്റം വരുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് ആവശ്യങ്ങൾ വരുന്നുണ്ട്. പ്രത്യേകിച്ചും റിക്രൂട്ടിംഗ് ഏജന്റുകളെ കൃത്യമായിട്ട് റെഗുലേറ്റ് ചെയ്യണം. കൂടാതെ ഫോറിൻ എംപ്ലോയീസിന് കൃത്യമായിട്ട് അവരുടെ വരുമാനം അവർക്ക് കൃത്യമായിട്ടുള്ള ആ ഒരു സുരക്ഷ ഉറപ്പുവരുത്തേണ്ടത് രാജ്യത്തിന്റെ കൂടി ഉത്തരവാദിത്തമാണെന്ന രീതിയിൽ മാറ്റം വരുത്തേണ്ടതായിട്ടെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഗവൺമെന്റ് കുറച്ചുകൂടി ഇന്ത്യൻ ഡയസ്പോറയിൽ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അവരുടെ പ്രശ്നങ്ങളെ അവരുടെ വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്യേണ്ടതായിട്ടുണ്ട്. വിവിധ രാജ്യങ്ങളുമായിട്ട് ചർച്ചകളിലൂടെ ഇന്ത്യയുടെ ഇന്ത്യൻ വിദേശികളുടെ നോൺ റെസിഡൻഷ്യൽ ഇന്ത്യൻ NRIസിന്റെ അല്ലെങ്കിൽ ഇന്ത്യക്കാരായിട്ടുള്ള വിദേശത്ത് ജോലി ചെയ്യുന്ന ആൾക്കാരുടെ അവകാശങ്ങളെ സംരക്ഷിക്കാൻ ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് പ്രവാസി ഭാരതീയ സമ്മേളൻ പോലുള്ള പ്ലാറ്റ്ഫോമുകൾ യൂസ് ചെയ്യാവുന്നതാണ് എന്നുകൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്. അടുത്തൊരു വാർത്ത എന്ന് വെച്ചാൽ ഗ്ലോബൽ വാർമിംഗ് എങ്ങനെയാണ് ഇന്ത്യക്ക് വലിയൊരു ചാലഞ്ചായി മാറുന്നത്, അതുമായി ബന്ധപ്പെട്ട് ലോകത്ത് നടക്കുന്ന മാറ്റങ്ങൾ എങ്ങനെയാണ് ഇന്ത്യയെ ബാധിക്കുന്നത് എന്നാണ് നമ്മൾ ഈ ഒരു ആർട്ടിക്കിളിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. റീസെന്റ് ആയിട്ട് അസർബൈജാനിലെ ബക്കൂല് COP29 നടന്നിട്ടുണ്ടായിരുന്നു. അതൊരു അൺസാറ്റിസ്ഫാക്ടറി റിസൾട്ടിലേക്കാണ് വന്നിട്ടുണ്ടായിരുന്നത്. പ്രത്യേകിച്ചും ഡെവലപ്ഡ് കൺട്രീസും ഡെവലപ്പിംഗ് കൺട്രീസും തമ്മിൽ ചർച്ചകൾ നടക്കുകയും അത് ഡിസ്പ്യൂട്ടിലേക്ക് എത്തുകയും ഒരു ഫൈനൽ കൺക്ലൂഷനിലേക്ക് എത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത്
രാജ്യങ്ങൾ സഹകരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതിന് പോലും ഗ്ലോബൽ വാർമിംഗ് വർദ്ധിച്ചു വരികയാണ്. വിവിധ രാജ്യങ്ങൾ അവരുടെ ടാർഗറ്റുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. നെറ്റ് സീറോയിലേക്ക് ഇന്ത്യ 2070, ചൈന 2060, ഡെവലപ്ഡ് കൺട്രീസ് 2050 നെറ്റ് സീറോ ടാർഗറ്റിലേക്ക് എത്തും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടാർഗറ്റിലേക്ക് എത്താൻ വേണ്ടിയിട്ട് വിവിധ രാജ്യങ്ങൾ ചെയ്യുന്ന പല ഇനീഷ്യേറ്റീവ്സും ഇന്ത്യയെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളത് നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ചും യൂറോപ്യൻ യൂണിയൻ അവർ CBAM എന്ന് പറയുന്ന മെക്കാനിസം, കാർബൺ ബോർഡർ അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം എന്ന് പറയുന്ന ഒരു മെക്കാനിസം കൊണ്ടുവന്നു. അതായത് അവിടുത്തെ യൂറോപ്യൻ യൂണിയനിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന കാർബൺ ഇന്റൻസീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളുടെ മേലെ അധിക നികുതി ഇമ്പോസ് ചെയ്യും എന്നാണ് പറഞ്ഞത് 2026 മുതൽ. ഇത് നമ്മുടെ രാജ്യത്തിന്റെ എക്സ്പോർട്ടുകളെ ബാധിക്കും. നമ്മുടെ രാജ്യത്തെ എക്സ്പോർട്ടുകൾ അത് കാർബൺ ഇന്റൻസീവ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മളെ പ്രൊഡക്റ്റുകൾ ലെസ് കോമ്പറ്റീറ്റീവ് ആയി മാറും, മാർക്കറ്റ് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇന്റർനാഷണൽ പ്രഷറും വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് പല രാജ്യങ്ങളും 2025 എമിഷൻ പീക്ക് ചെയ്യും എന്ന് പറയുന്നുണ്ട്. ഇന്ത്യ ഓൾറെഡി ചൈന ഈ ഒരു എമിഷൻ പീക്കിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയും എമിഷൻ പീക്കിലേക്ക് എത്തും. അപ്പോൾ എമിഷൻ കുറക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ പ്രഷർ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇന്ത്യക്ക് ഒരേ സമയത്ത് രാജ്യത്ത് കൂടുതൽ ഇലക്ട്രിസിറ്റിയും വേണം, അതേ സമയത്ത് ക്ലീൻ എനർജിയും വേണം. സോ ഇവിടെ ഒരു ഡ്യുവൽ ചാലഞ്ച് ഇന്ത്യ നേരിടുന്നുണ്ട്. ക്ലീൻ എനർജിയിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ തെർമൽ പവർ പ്ലാന്റുകളെയും മറ്റുമൊക്കെ അടച്ചിടേണ്ടി വരും. പക്ഷെ നമ്മുടെ എനർജി റിക്വയർമെന്റ് മീറ്റ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിലേക്കും. അപ്പോൾ ഇന്ത്യ ആ ഒരു എനർജി ട്രാൻസിഷൻ എന്ന് പറയുന്ന ഒരു ക്രൈസിസിൽ പെട്ടെടുക്കുകയാണ്. കാരണം ഇന്ത്യയിലെ ഇലക്ട്രിസിറ്റി ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ വർദ്ധിച്ചു വരികയാണ്. നെറ്റ് സീറോ ടാർഗറ്റുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2070 കൂടിയിട്ട് 21,000 ടെറാവാട്ട് അവേഴ്സ് ഇലക്ട്രിസിറ്റി നമുക്ക് ആവശ്യം വേണ്ടി വരും. അപ്പോൾ ഇത്രയും ഇലക്ട്രിസിറ്റി എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യും, അല്ലെങ്കിൽ എങ്ങനെ സസ്റ്റൈനബിൾ ആയിട്ടുള്ള രീതിയിൽ പ്രൊഡ്യൂസ് ചെയ്യും എന്നുള്ളത് കണ്ടെത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ റിന്യൂവബിൾ എനർജി, ന്യൂക്ലിയർ എനർജിയുമായി ബന്ധപ്പെട്ട ഡെവലപ്മെന്റുകൾ വളരെ ക്രിട്ടിക്കലാണ്. ന്യൂക്ലിയർ എനർജി കുറെ കൂടി ചീപ്പർ ആയിട്ടുള്ള, കുറെ കൂടി ലാൻഡ് എഫിഷ്യൻ്റ് ആയിട്ടുള്ള അൾട്ടർനേറ്റീവ് ആണ്. ബട്ട് ഇതിൽ ലാർജ് എമൗണ്ട് ഓഫ് ലാൻഡ് വേണം, ഹയർ കോസ്റ്റ് വേണം, അതുപോലെ തന്നെ ലോക്കൽ പ്രശ്നങ്ങൾ, പ്രൊട്ടസ്റ്റുകൾ ഉണ്ടാവും എന്ന് കൂടി ഓർത്ത് വെക്കുക. അപ്പോൾ ഈ ഒരു ന്യൂക്ലിയർ പവർ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു സോഴ്സ് ആയിട്ടുള്ളത്. അതിൽ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടതായിട്ട് ഗവൺമെന്റ് ന്യൂക്ലിയർ എനർജിയുടെ ഡെവലപ്മെന്റും മറ്റുമൊക്കെ ആയിട്ട് കൃത്യമായിട്ടുള്ള സപ്പോർട്ട് നൽകണം. ഗ്രീൻ എനർജി ഡെവലപ്പ് ചെയ്യുന്നതിലേക്ക് ഫോക്കസ് ചെയ്തില്ലെങ്കിൽ ഇന്ത്യക്ക് വളരെ ചാലഞ്ചിങ് ആയിരിക്കും എന്നാണ് പറയുന്നതായിട്ടുള്ളത്. അപ്പോൾ പലപ്പോഴും രാജ്യങ്ങൾ നേരിടുന്ന, പ്രത്യേകിച്ച് ഡെവലപ്പിംഗ് കൺട്രീസ് നേരിടുന്ന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫണ്ടിങ് തന്നെയാണ്. ഡെവലപ്ഡ് കൺട്രീസ് $300 ബില്യൺ പെർ ഇയർ 2035 ക്ലൈമറ്റ് ആക്ഷന് വേണ്ടിയിട്ട് പ്രപ്പോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഡെവലപ്പിംഗ് കൺട്രീസ് റിക്വസ്റ്റ് ചെയ്തത് $1.3 ട്രില്യൺ ആണെന്ന് ഓർത്ത് വെക്കുക. അതായത് വളരെ ചെറിയ ഭാഗം മാത്രമാണ് ഡെവലപ്ഡ് കൺട്രീസ് പ്രപ്പോസ് ചെയ്തിട്ടുള്ളത്. ഇവിടെയാണ് ഡിസ്പ്യൂട്ടുകൾ തുടങ്ങുകയും ചർച്ച പൂർണ്ണതയിലേക്ക് എത്താതിരിക്കുകയും ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ച് പ്രൈവറ്റ് സോഴ്സുകളിൽ നിന്ന് ഉൾപ്പെടെയുള്ള ഫൈനാൻസുകൾ ഇവിടെ നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെ പ്രധാനമായിട്ടും ഹയർ താരിഫാണ് ഉണ്ടാവുക. അതൊരു വലിയ ഇഷ്യൂ ആണെന്ന് ഓർത്തുക. ഇതേപോലെ തന്നെ കാർബൺ ട്രേഡിംഗ് മെക്കാനിസവുമായി ബന്ധപ്പെട്ട റൂളുകൾ COP29 ഫൈനലൈസ് ചെയ്തിട്ടുണ്ട്. കാർബൺ ക്രെഡിറ്റുകളുമായി ബന്ധപ്പെട്ട ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു നേട്ടമാണ്. റിച്ച് കൺട്രീസിന് അവർക്ക് കാർബൺ എൻടൈറ്റിൽമെന്റ്, പുവർ നാഷൻസ് നിന്ന് വാങ്ങാൻ വേണ്ടി പറ്റുന്നു. അതുവഴി റിച്ച് കൺട്രീസിന് അവർക്ക് ഫ്രീ ആവാൻ വേണ്ടി പറ്റുന്നു. ഇത് ഇന്ത്യയെ പോലുള്ള രാജ്യത്തിന് വലിയ ചാലഞ്ചസ് ഉണ്ടാക്കും എന്നൊക്കെയാണ് ഓതർ ഹൈലൈറ്റ് ചെയ്യുന്നതെന്നും കൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ക്ലൈമറ്റ് ചേഞ്ചിന്റെ ഭാഗമായിട്ട് നമ്മുടെ രാജ്യത്തിന്റെ എക്കണോമിയെ അതെങ്ങനെ ബാധിക്കുന്നു എന്നുള്ള കാര്യം കൂടി നിങ്ങൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട് എന്നുകൂടി ഓർത്തുക. അടുത്തത് ഇന്ത്യൻ നേവിയുടെ നേവൽ പവറിനെ കുറിച്ചും അതിനെ ഇവാലുവേറ്റ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഇന്ത്യൻ നേവിയുമായി ബന്ധപ്പെട്ടുള്ള ഡെവലപ്മെന്റുകൾ എന്നുള്ളത്. 2024 ഇന്ത്യൻ നേവി അവരുടെ എക്സ്പാൻഷൻ, അവരുടെ ഓപ്പറേഷൻ സങ്കൽപ്പ് എന്ന് പറയുന്നത്, ഇത് പ്രധാനമായിട്ടും റെഡ് സീ, അതുപോലെ തന്നെ സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ്, ഈ പ്രദേശങ്ങളിൽ ആന്റി പൈറസി, അതുപോലെ തന്നെ മെർച്ചന്റ് ഷിപ്പിന്റെ മേലെയുള്ള അറ്റാക്കുകൾ, കടൽ കൊള്ളക്കാർക്കെതിരെ നടത്തുന്ന ഓപ്പറേഷനാണ് സങ്കൽപ്പ് എന്ന് പറയുന്നതായിട്ടുള്ളത്. ഇത് 2024 വർദ്ധിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ത്യ നേവി എന്ന് വെച്ചാൽ ഇന്ത്യൻ നേവിയുടെ റോള് വർദ്ധിച്ചു വരികയാണ്. പ്രത്യേകിച്ചും ഈ ഒരു മേഖലയിൽ സെക്യൂരിറ്റി പാർട്ണർ എന്ന രീതിയിൽ പല രാജ്യങ്ങളുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. അത് നമ്മുടെ നേവിയുടെ ഓപ്പറേഷണൽ ക്യാപ്പബിലിറ്റീസ് വർദ്ധിപ്പിക്കേണ്ട സാഹചര്യത്തിൽ, പ്രത്യേകിച്ചും അണ്ടർസീ വാർഫെയറിലൊക്കെ വർദ്ധിപ്പിക്കേണ്ട സാഹചര്യത്തെയാണ് കാണിക്കുന്നതായിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായിട്ട് ഇന്ത്യ സബ്മറൈനുകളുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഡെവലപ്മെന്റ് ഉണ്ടായിരുന്നു. റീസെന്റ് ആണ് ഇന്ത്യയുടെ സെക്കൻഡ് ഇൻഡിജീനിയസ് ആയിട്ടുള്ള ന്യൂക്ലിയർ പവേർഡ് ബാലിസ്റ്റിക് മിസൈൽ സബ്മറൈൻ INS അരിഘട്ട് ആഗസ്റ്റ് 2024 കമ്മീഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഒരു ന്യൂക്ലിയർ ഡിറ്ററന്റ് ആയിട്ടുള്ള അഡ്വാൻസ് സോണാർ ഒക്കെ ഉപയോഗിക്കുന്ന, പ്രൊപ്പൽഷൻ ഒക്കെ ഉപയോഗിക്കുന്ന, അക്വാസ്റ്റിക് ഡാമ്പനിങ് സിസ്റ്റംസ് ഒക്കെയുള്ള ഒരു
സബ്മറൈൻ ആണെന്ന് ഓർത്ത് വെക്കുക. ഇതിൽ നിന്ന് K4 സബ്മറൈൻ, കലാം 4 സബ്മറൈനിൽ നിന്നും ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, ബാലിസ്റ്റിക് മിസൈൽ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു INS അരിക്കട്ട് എന്ന് ഓർത്ത് വെക്കുക. ഏകദേശം 3500 കിലോമീറ്റർ ഒക്കെ റേഞ്ച് ഉള്ള അണ്ടർ വാട്ടർ സ്ട്രൈക്ക് കാപ്പബിലിറ്റീസ് ഉള്ള ഒരു മിസൈലാണ് ഇത് SLBM എന്നുകൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ട്. അതേപോലെ തന്നെ പ്രൊജക്ട് 77 വേണ്ടിയിട്ട് ക്യാബിനറ്റ് അപ്രൂവൽ കൊടുത്തിട്ടുണ്ട്. 2 ന്യൂക്ലിയർ പവേർഡ് ആയിട്ടുള്ള സബ്മറൈൻസ് SNNS 40,000 കോടി ചെലവിൽ പണിയുന്നതിന് വേണ്ടി 2036-37 കൂടിയിട്ട് ഇന്ത്യക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നതായിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ ഇന്ത്യ മാത്രമാണ് ഇത്തരത്തിലുള്ള P5 നാഷൻസിലെ SSBNസും SSNസും ഒക്കെ ഓപ്പറേറ്റ് ചെയ്യുന്ന, അതായത് സ്റ്റാക്ക് ന്യൂക്ലിയർ പവേർഡ് ആയിട്ടുള്ള അറ്റാക്ക് സബ്മറൈൻസ് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു രാജ്യം എന്നുള്ള കൂടി ഓർത്തു വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൺവെൻഷണൽ ആയിട്ടുള്ള സബ്മറൈൻസിന്റെ ഭാഗമായിട്ട് പ്രൊജക്ട് 75 ചെയ്യുന്നുണ്ട്. ഫ്രാൻസുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ടാണ് പ്രൊജക്ട് 75. ഇന്ത്യയുടെ 6th സ്കോർപിയൻ ബോട്ട് ആയിട്ടുള്ള INS വാക്സീർ വളരെ വേഗത്തിൽ അടുത്ത് തന്നെ കമ്മീഷൻ ചെയ്യപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ 3ഓളം കൺവെൻഷണൽ സബ്മറൈനുകൾ ബിൽഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അണ്ടർസീ കാപ്പബിലിറ്റീസ് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളും പാരലലി നടക്കുന്നുണ്ടെന്ന് ഓർത്തുക. മറ്റൊരു പ്രധാനപ്പെട്ട പ്രൊജക്റ്റ് ആണ് പ്രൊജക്ട് 75I എന്ന് പറയുന്നത്. ഇത് എയർ ഇൻഡിപെൻഡന്റ് പ്രൊപ്പൽഷൻ ഉള്ള സബ്മറൈനുകൾ ബിൽഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഇത് സ്പെയിനും ജർമ്മനിയും ഇതിൽ ടെൻഡറിംഗിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. അവരുമായി ബന്ധപ്പെട്ട ഡിസ്കഷൻസ് നടക്കുന്നുണ്ട് എന്ന് കൂടി ഓർത്ത് വെക്കാം. അപ്പോൾ ഇതിലെ ജർമ്മനിയുടെ ടൈസൻ ക്രപ്പ് മറൈൻ സിസ്റ്റംസും സ്പെയിനിന്റെ നവാൻഷിയും ഇവർ രണ്ടുപേരും ഇന്ത്യൻ ടെക്നോളജി ഇന്ത്യയുമായിട്ട് ട്രാൻസ്ഫർ ചെയ്ത് ഇൻഡിജീനിയസ് കോമ്പോണന്റുകൾ ഉപയോഗിച്ചുകൊണ്ട് നേവിക്ക് വേണ്ടിയിട്ട് സബ്മറൈനുകൾ ഉണ്ടാക്കുന്നതിനെ കുറിച്ചിട്ടാണ് ഡിസ്കഷൻസ് നടക്കുന്നതെന്നും കൂടി ഓർത്തു വെക്കേണ്ടതായിട്ട്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ബോട്ടിൽ 45% ഇൻഡിജീനിയസ് കണ്ടന്റും സെക്കൻഡ് ബോട്ടിൽ 60% ഇൻഡിജീനിയസ് കണ്ടന്റും ഉണ്ടാവും എന്ന രീതിയിലാണ് പ്രതീക്ഷിക്കുന്നതെന്നും കൂടി ഓർത്തു വെക്കുക. അതേപോലെ തന്നെ അൺമാൻഡ് അണ്ടർ വാട്ടർ വെഹിക്കിൾസ് UUVs 1000 ടണ്ണിന്റെ UUVs ബിൽഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഡിസ്കഷൻസും നടക്കുന്നുണ്ട്. ഇന്ത്യ അപ്രൂവ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്തിന്റെ അണ്ടർസീ കാപ്പബിലിറ്റീസ് ഡെവലപ്പ് ചെയ്യുന്നതിന് വളരെ കോസ്റ്റ് ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഹൈ റിട്ടേൺ ഓപ്ഷൻ ആയിരിക്കും UUV എന്ന് പറയുന്നതായിട്ടുള്ളത്. ഇന്ത്യയെ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ബ്ലൂ വാട്ടർ ഫോഴ്സ് ആക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട് ബഡ്ജറ്ററി ഡിലേസ് ഒരു പ്രശ്നമാണ്. അതുപോലെ തന്നെ അക്വിസിഷനുമായി ബന്ധപ്പെട്ട മിസ്മാച്ചുകൾ ഉണ്ട്. അപ്പോൾ പ്രൊക്യൂർമെന്റ് പ്രോസസ്സിനെ സ്ട്രീംലൈൻ ചെയ്യേണ്ടതിന് കൃത്യമായിട്ടുള്ള ഫണ്ട് അവൈലബിലിറ്റി ഉറപ്പുവരുത്തേണ്ടതിന് പ്രൊജക്റ്റുകൾ ടൈം ബൗണ്ട് ആയിട്ട് നീങ്ങുന്നതെന്ന് ഉറപ്പുവരുത്തുന്നുണ്ട്. എന്തെങ്കിലും ഇന്ത്യക്ക് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു അണ്ടർസീ വാട്ടർ capability ഉള്ള നേവൽ ഫോഴ്സ് ആയിട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റും എന്നുകൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്. അടുത്തൊരു വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോസ്തുമസ് റീപ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടാണ്. എന്താണ് ഈ പ്രോസ്തുമസ് റീപ്രൊഡക്ഷൻ എന്നുള്ളത് നമ്മൾ ഓർത്തു വെക്കണം. ഇത് ആക്ച്വലി ഡൽഹി ഹൈക്കോടതിയിൽ പോയിട്ടുള്ള ഒരു കേസാണ്. എന്താണ് നമുക്ക് പ്രോസ്തുമസ് റീപ്രൊഡക്ഷൻ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ വിഷയം എന്താണെന്ന് വെച്ചാൽ ഒക്ടോബർ 2024 ഡൽഹി ഹൈക്കോടതി ഇന്ത്യയിൽ ഒരു ഫ്രോസൺ സെമൻ, അതായത് പ്രോസ്തുമസ് റീപ്രൊഡക്ഷന് വേണ്ടിയിട്ട് അനുമതി നൽകിയിട്ടുണ്ട്. അതായത് ഫ്രോസൺ ആയിട്ടുള്ള, അതായത് ശീതീകരിച്ച് സൂക്ഷിച്ചു വെച്ചിട്ടുള്ള സെമൻ ഉപയോഗിച്ചുകൊണ്ട് റീപ്രൊഡക്ഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് പ്രോസ്തുമസ് റീപ്രൊഡക്ഷൻ എന്ന് വിളിക്കും. ഇതിൽ നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് അനുമതി നൽകിയിട്ടുള്ളതെന്ന് ഓർത്ത് വെക്കാം. അപ്പോൾ ആക്ച്വലി ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിന് ക്യാൻസർ ഉണ്ടായിരുന്നു. അദ്ദേഹം കീമോതെറാപ്പി അണ്ടർഗോ ചെയ്യുന്നതിൻ്റെ ഇടയിൽ മരിക്കും എന്ന് ഉറപ്പായ സമയത്ത് അദ്ദേഹത്തിന്റെ സെമൻ പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അത്തരത്തിൽ സെമനെ പ്രിസർവ് ചെയ്യുകയും ഇത് പിന്നീട് പാരൻസ് ഹോസ്പിറ്റലിനെ അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അവരുടെ മകന്റെ സെമൻ കിട്ടുന്നതിന് വേണ്ടി. കോടതിയുടെ അപ്രൂവൽ ഇല്ലാതെ അത് നൽകില്ല എന്ന് ഹോസ്പിറ്റലുകൾ പറയുകയും ചെയ്തു. അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ടാണ് പാരൻസ് കോടതിയെ സമീപിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആക്ച്വലി ഇത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ലീഗൽ ക്വസ്റ്റ്യൻ റേസ് ചെയ്ത ഒരു വിഷയമാണെന്ന് ഓർത്തു വെക്കുക. ഇന്ത്യയിൽ നമ്മൾ ഇത്തരത്തിലുള്ള കുട്ടികൾ ഉണ്ടാവാത്ത പാരൻസിനെ അവർക്ക് കുട്ടികൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് അസിസ്റ്റീവ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജി ആക്ട് പാസ്സാക്കിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഓർത്തു വെക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ മരണപ്പെട്ട ഒരാളുമായിട്ട് ഇത് ബന്ധമില്ല എന്ന് ഓർത്തു വെക്കുക. ഇവിടെ ആക്ച്വലി മരണപ്പെട്ട ഒരാളുടെ സെമൻ ഉപയോഗിച്ചുകൊണ്ടാണ് പ്രോസ്തുമസ് റീപ്രൊഡക്ഷൻ പോലുള്ള മെത്തേഡുകൾ ചെയ്യുന്നത്. അല്ലെങ്കിൽ അൺമാരിഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിന്റെ കേസിൽ ഇത് മെൻഷൻ ചെയ്യുന്നില്ല. ഇവിടെ 2 കേസുണ്ട്. ഒന്ന് മരണപ്പെട്ട വ്യക്തിയാണ്, അദ്ദേഹം അൺമാരിഡ് ആണ് എന്ന് ഓർത്തു വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആർട്ട് ആക്ട്, അതായത് അസിസ്റ്റീവ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജി ആക്ട്, അതുപോലെ തന്നെ സെറഗസി ആക്ട്, വാടക ഗർഭപാത്രവുമായി ബന്ധപ്പെട്ടാണ് സെറഗസി ആക്ട് എന്ന് പറയുന്നത്. ഇത് പ്രത്യേകിച്ചും നമ്മുടെ രാജ്യത്ത് ഫെർട്ടിലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ്, അതുപോലെ തന്നെ ഗാമീറ്റ് ഡൊണേഷൻ, അതുപോലെ സറഗസി തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളാണ്. പക്ഷെ ഇതൊന്നും തന്നെ പ്രോസ്തുമസ് കൺസെപ്ഷനെ അല്ലെങ്കിൽ പ്രോസ്തുമസ് റീപ്രൊഡക്ഷനെ അല്ലെങ്കിൽ അൺമാരിഡ് ഇൻഡിവിജ്വൽസുമായി ബന്ധപ്പെട്ട റീപ്രൊഡക്ഷനെ പറയുന്നില്ല. അപ്പോൾ ഇവിടെ ഹൈക്കോടതിയിൽ
ഇവര് ഡിസീസ്ഡ് ആയിട്ടുള്ള വ്യക്തിയുടെ പാരൻസ് അപ്രോച്ച് ചെയ്യുകയും അപ്പോൾ കോടതി പറഞ്ഞു വെച്ചാൽ അദ്ദേഹം ഈ ഒരു പേർപ്പസിന് വേണ്ടിയിട്ടാണ് മരണശേഷം അദ്ദേഹത്തിന്റെ ആ ഒരു കണ്ടിന്യൂയിറ്റി കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം സെമൻ അവിടെ കീപ്പ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തെ നിയമം കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യുന്നില്ല എങ്കിൽ പോലും അതിന് അനുമതി നൽകാം എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. പ്രത്യേകിച്ചും ഇന്റർനാഷണൽ ആയിട്ടുള്ള ലീഗൽ പ്രസിഡൻസിനെയാണ് കോടതിയുടെ ഒബ്സർവ് ചെയ്തിട്ടുള്ളത്. ഡൂഡ്വുഡ് വേഴ്സ് സ്പെൻസ്, അതുപോലെ തന്നെ ഇയർവർത്ത് വേഴ്സ് നോർത്ത് ബ്രിസ്റ്റോൾ NHS ട്രസ്റ്റ് തുടങ്ങിയിട്ടുള്ള ഇന്റർനാഷണൽ കേസുകൾ ഇവിടെ പ്രത്യേകിച്ചും ഈ ഓണർഷിപ്പ് ഓഫ് ഹ്യൂമൻ ബയോളജിക്കൽ മെറ്റീരിയൽ ആഫ്റ്റർ ഡെത്ത് എന്ന വിഷയത്തിലുള്ള ആ ഒരു കേസുകൾ പരിശോധിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഒരു സെമൻ എന്ന് പറയുന്നത് മരിച്ച ആളുടെ പ്രോപ്പർട്ടി ആണ് എന്നുള്ളതും അത് പാരൻസിന് നൽകാം, അവർക്കത് ART പോലുള്ള ടെക്നോളജീസ് യൂസ് ചെയ്യാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പ്രത്യേകിച്ചും ഈ ഒരു പ്രോസ്റ്റമസ് റീപ്രൊഡക്ഷന് അനുമതി നൽകിയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇവിടെ എന്ന് വെച്ചാൽ ഹ്യൂമൻ ടിഷ്യൂസിനെ കൊമോഡിഫൈ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടും ഇതുമായി ബന്ധപ്പെട്ട സൊസൈറ്റിയൽ ഇംപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ ഇവിടെ വളരെ കൃത്യമായിട്ടുള്ള ഗൈഡ് ലൈൻ ഉണ്ടാവുക വളരെ അത്യാവശ്യമാണ്. പ്രത്യേകിച്ചും ഇത്തരത്തിൽ പ്രോസ്റ്റമസ് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു ലീഗൽ ഫ്രെയിംവർക്ക് ഉണ്ടാക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അൺമാരീഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് അതുപോലെ തന്നെ മരണശേഷം റീപ്രൊഡക്റ്റീവ് മെറ്റീരിയൽ ഫാമിലി മെമ്പേഴ്സിനെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റുമോ എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള കൃത്യമായിട്ടുള്ള നിർദ്ദേശം ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പാരൻസ് ആവശ്യപ്പെട്ടത് അവരുടെ മകന്റെ പിന്തുടർച്ച അവർ കീപ്പ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. അതിനു വേണ്ടിയിട്ട് അവർ ഈ ഒരു പ്രോസ്റ്റമസ് റീപ്രൊഡക്ഷന് വേണ്ടിയിട്ടാണ് കോടതിയെ അപ്രോച്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പൊട്ടൻഷ്യൽ ഇവിടെ ഹ്യൂമൻ ജെനറ്റിക് മെറ്റീരിയലിനെ കൊമേഡിഫിക്കേഷൻ ചെയ്യുന്നതിനെ കുറിച്ചും അതുപോലെ തന്നെ ജനിക്കുന്ന കുട്ടിയുടെ പാരന്റേജിനെ കുറിച്ചും ഒക്കെയുള്ള സംശയങ്ങൾ പ്രശ്നങ്ങൾ ഇവിടുത്തെ ഒരു ഇഷ്യൂ ആണ് എന്ന് കൂടി ഓർത്തു വെക്കുക. ഇവിടെ വാടക ഗർഭപാത്രത്തിൽ ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു സെമനിൽ നിന്നും കുട്ടി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ആണ് പാരൻസ് ശ്രമിക്കുക. അത് ഒരുപാട് സൊസൈറ്റിയൽ ആയിട്ടുള്ള അതുപോലെ തന്നെ ഈ ഒരു ജനിക്കുന്ന കുട്ടിയുമായി ബന്ധപ്പെട്ട ഒരുപാട് ഇഷ്യൂസിന് കാരണമാകാം എന്നുള്ള രീതിയിലാണ് പറയുന്നതായിട്ടുള്ളത്. അടുത്തൊരു വാർത്ത എന്ന് വെച്ചാൽ മണിപ്പൂരിലുള്ള മിലിറ്റന്റുകൾ സ്റ്റാർലിങ്ക് ഡിവൈസുകളെ ഉപയോഗിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഒരു വാർത്ത വന്നത്. അപ്പോൾ ഇതിനെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് ഈ ഒരു എക്സ്പ്ലെയിനറിൽ ചെയ്യുന്നതായിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഇത്തരത്തിലുള്ള സ്റ്റാർലിങ്ക് ഡിവൈസുകൾ, എന്താണ് ഇത് മണിപ്പൂരിലെ ആൾക്കാർ മിസ്യൂസ് ചെയ്യുന്നത്, ഇത് നിയമപരമായിട്ട് വാലിഡ് ആണോ എന്ന് നമുക്ക് നോക്കാം. സ്റ്റാർലിങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു സാറ്റലൈറ്റ് ഇന്റർനെറ്റ് സർവീസ് ആണ്. അമേരിക്കൻ കമ്പനി ആയിട്ടുള്ള സ്പേസ് എക്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്, എലോൺ മസ്കിന്റെ. ഇത് ആയിരക്കണക്കിന് സാറ്റലൈറ്റുകളെ ലോ എർത്ത് ഓർബിറ്റുകളിൽ പ്ലേസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് ഹൈ സ്പീഡിൽ ലോ ലാറ്റൻസി ഉള്ള ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് സർവീസുകൾ നൽകുന്നതാണ്. ഈവൻ റിമോട്ട് ആയിട്ടുള്ള ഏരിയാസിലും ഡിസാസ്റ്റർ സോൺ മേഖലയിലും സീ വെസലുകളിലും അതുപോലെ തന്നെ ഇന്റർനെറ്റ് ആക്സസ് റെസ്ട്രിക്റ്റഡ് ആയിട്ട് മാത്രം ലഭ്യമാകുന്ന സ്ഥലങ്ങളിലൊക്കെ ഈ ഒരു സ്റ്റാർലിങ്ക് സാറ്റലൈറ്റ് സൗകര്യം ഉപയോഗിച്ച് നമുക്ക് ഇന്റർനെറ്റ് കിട്ടും. അപ്പോൾ ആയിരക്കണക്കിന് സാറ്റലൈറ്റുകൾ ഏകദേശം 550 കിലോമീറ്റർ ഉയരത്തിൽ ലോ എർത്ത് ഓർബിറ്റിലാണ് വെക്കുന്നത്. ഇതിന് ഗ്ലോബൽ കവറേജ് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ ഇത് എല്ലാ റീജിയൻസിലും ഓതറൈസ്ഡ് അല്ല എന്ന് ഓർത്തുക, അനുവദനീയമല്ല എന്ന് കൂടി ഓർത്തു വെക്കേണ്ടതായിട്ടാണ്. അപ്പോൾ എന്താണ് വിഷയം എന്ന് വെച്ചാൽ ഡിസംബർ 2024 ഇന്ത്യൻ ആർമിയും പോലീസും ഒക്കെ സ്റ്റാർലിങ്ക് ബ്രാൻഡഡ് ആയിട്ടുള്ള എക്യുപ്മെന്റുകൾ മണിപ്പൂരിൽ മിലിറ്റൻസിന്റെ അടുത്തുനിന്ന് സീസ് ചെയ്തവരിൽ അവരുടെ കയ്യിൽ സ്റ്റാർലിങ്കിന്റെ ബ്രാൻഡഡ് ആയിട്ടുള്ള എക്യുപ്മെന്റുകൾ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വിഷയം പുറത്തു വന്നപ്പോൾ സ്റ്റാർലിങ്കിന്റെ ഓണർ ആയിട്ടുള്ള എലോൺ മസ്ക് അദ്ദേഹം പറഞ്ഞു ഇത് സ്പേസ് എക്സിന്റെ സ്റ്റാർലിങ്ക് എന്ന് പറയുന്നത് മിലിറ്റന്റ് യൂസ് ചെയ്യാൻ ഒരു വഴിയുമില്ല. കാരണം സ്റ്റാർലിങ്ക് ബീംസ് ഇന്ത്യയുടെ മേലെ ടേൺഡ് ഓഫ് ആണ്, ഇന്ത്യയെ സ്റ്റാർലിങ്കിൽ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. പക്ഷേ ഇതേപോലെ നവംബറിലും കുറച്ച് സ്മഗ്ലേഴ്സിന്റെ കയ്യിൽ സ്റ്റാർലിങ്ക് ഡിവൈസുകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇന്ത്യയിൽ വെച്ചിട്ട്. ഇത് ഇന്ത്യയിൽ പ്രൊഹിബിറ്റഡ് ആണ് എന്ന് കൂടി ഓർത്ത് വെക്കാം. അപ്പോൾ ഈ ഒരു സ്റ്റാർലിങ്ക് ഇന്റർനെറ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റുമോ എന്ന് വെച്ചാൽ കൺട്രോൾ ചെയ്യുക അത്ര എളുപ്പമല്ല. ഇവർ ചെയ്യുന്ന കാര്യം വെച്ചാൽ ആ സാറ്റലൈറ്റുകൾ ഇന്ത്യയുടെ മുകളിൽ എത്തുമ്പോൾ അതിന്റെ ബീം ഓഫാക്കി ഇടുക എന്നുള്ളതാണ് ചെയ്യാൻ വേണ്ടി പറ്റുക. പക്ഷേ ഇത് പ്രോപ്പറായിട്ട് എക്സാക്ട്ലി ചെയ്യാനൊന്നും പറ്റില്ല. ബോർഡർ ഏരിയാസിൽ ഇത് കിട്ടും എന്ന് കൂടി ഓർത്ത് വെക്കുക. അപ്പോൾ ഈ ഒരു സാറ്റലൈറ്റ് സിഗ്നൽ എക്സാക്ട്ലി ഓഫ് ആക്കി ഇടുക എന്ന് പറയുന്നത് പ്രോപ്പർ അല്ല. അപ്പോൾ സ്റ്റാർലിങ്കിന്റെ ടെർമിനൽസ് അത് നമുക്ക് രാജ്യത്തിന്റെ പുറത്തു നിന്ന് പർച്ചേസ് ചെയ്തിട്ട് രാജ്യത്തിന്റെ അകത്ത് ഉപയോഗിക്കുമ്പോൾ ചിലപ്പോൾ സിഗ്നൽസ് കിട്ടും. ചില ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻസിൽ സ്പെസിഫിക്കലി കിട്ടാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് പക്ഷേ ഇവിടെ എന്ന് വെച്ചാൽ സ്റ്റാർലിങ്ക് ഡിവൈസ് ഒരാൾക്ക് വിൽക്കുന്ന സമയത്ത് ഒരു യുണീക്ക് ഐഡന്റിഫിക്കേഷൻ നമ്പർ ഇഷ്യൂ ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഈ ഡിവൈസ് ഉപയോഗിച്ചുകൊണ്ട് അത് ആരാണ് വാങ്ങിയത് എന്നൊക്കെ ട്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും എന്ന് കൂടി ഓർത്ത് വെക്കുന്നുണ്ട്. പക്ഷേ ഇല്ലീഗൽ ആയിട്ടുള്ള ബൈ ആണ് നടന്നിട്ടുള്ളതെങ്കിൽ ഇഷ്യൂ ആണ്. അപ്പോൾ ഇന്ത്യയിൽ ഈ ഒരു സ്റ്റാർലിങ്ക് യൂസ് ചെയ്യാൻ പറ്റുമോ എന്ന് ഓർത്ത് വെക്കുക. ഇന്ത്യയിൽ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് വളരെ ഹൈലി റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള റെഗുലേറ്റഡ് ആയിട്ടുള്ളതാണ്. അത് ഇന്ത്യൻ വയർലെസ് ആക്ടും ഇന്ത്യൻ ടെലിഗ്രാഫ് ആക്ട് പ്രകാരവും റെസ്ട്രിക്റ്റഡ് ആണ്. അപ്പോൾ ഇന്ത്യയിൽ സാറ്റലൈറ്റ് ഫോണുകൾ അല്ലെങ്കിൽ സ്റ്റാർലിങ്ക് പോലുള്ള സർവീസുകൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗവൺമെന്റിന്റെ ഓതറൈസേഷൻ വേണം, ഗവൺമെന്റിന്റെ അനുമതി വേണം. ഗവൺമെന്റിന്റെ അനുമതി ഇല്ലാതെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ
അത് ഇല്ലീഗൽ ആണെന്ന് ഓർത്തു വെക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ചും ഇന്ത്യയിൽ മിലിറ്റൻസി, ടെററിസം തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളെ അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്ര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ലോസ് കൊണ്ടുവന്നിട്ടുള്ളതും കൂടി ഓർത്തു വെക്കേണ്ടതായിട്ടുണ്ട്. അടുത്തൊരു വാർത്ത എന്ന് വെച്ചാൽ പുതിയ റൂൾസ് ടെലികമ്മ്യൂണിക്കേഷൻ പ്രൊസീജിയേഴ്സ് ആൻഡ് സേഫ് ഗാർഡ്സ് ഫോർ ലോഫുൾ ഇന്റർസെപ്ഷൻ മെസ്സേജസ് റൂൾസ് 2024 ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് ആക്ച്വലി നമ്മുടെ റൈറ്റ് ടു പ്രൈവസിയുടെ ഒരു വയലേഷൻ ആണോ എന്നുള്ളതുമായി ബന്ധപ്പെട്ടതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഈ ഒരു റൂൾ, എന്താണ് ഇതുമായി ബന്ധപ്പെട്ടത്. യൂണിയൻ ഗവൺമെന്റ് ടെലികമ്മ്യൂണിക്കേഷൻ പ്രൊസീജിയേഴ്സ് ആൻഡ് സേഫ് ഗാർഡ്സ് ഓഫ് ലോഫുൾ ഇന്റർസെപ്ഷൻ ഓഫ് മെസ്സേജസ് റൂൾസ് 2024 പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഡിസംബർ 6 പബ്ലിഷ് ചെയ്തത്. അപ്പോൾ നമ്മുടെ രാജ്യത്തെ ചില എൻഫോഴ്സ്മെന്റ് ഏജൻസീസും സർട്ടൈൻ സെക്യൂരിറ്റി ഏജൻസീസും ടെലിഫോൺ മെസ്സേജുകൾ ഇന്റർസെപ്റ്റ് ചെയ്യാം എന്നാണ് പറഞ്ഞത്, ചില സ്പെസിഫിക് കണ്ടീഷൻസിൽ എന്നുകൂടി ഓർത്ത് വെക്കാം. അപ്പോൾ യൂണിയൻ ഹോം സെക്രട്ടറി ഈ ഒരു ഓതറൈസേഷൻ നൽകിയിട്ടുണ്ട്. അതേപോലെ തന്നെ സ്റ്റേറ്റ് ഹോം സെക്രട്ടറിക്കും അദ്ദേഹത്തിനും ഓതറൈസേഷന് വേണ്ടിയിട്ടുള്ള അനുമതി നൽകാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ജോയിന്റ് സെക്രട്ടറിക്കും അൺഅവോയ്ഡബിൾ സർക്കംസ്റ്റൻസസിൽ, അതായത് എന്താണ് സാഹചര്യം എന്ന് കൃത്യമായിട്ട് പറയുന്നില്ലെങ്കിൽ പോലും അൺഅവോയ്ഡബിൾ സർക്കംസ്റ്റൻസസിൽ ഇന്റർസെപ്ഷൻ മെസ്സേജുകൾ, അതായത് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഇന്റർസെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലോ എൻഫോഴ്സ്മെന്റ് ഏജൻസീസിന് പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ടെലികമ്മ്യൂണിക്കേഷൻ ആക്ട് 2023 ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നതായിട്ടുള്ളത്. ഇപ്പോൾ റിമോട്ട് ഏരിയാസിൽ അല്ലെങ്കിൽ ഓപ്പറേഷണൽ റീസൺസിൽ സീനിയേഴ്സ് ഓഫീസേഴ്സിനും വേണമെങ്കിൽ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഇത്തരത്തിൽ ഈ ഒരു ഇന്റർസെപ്ഷന് വേണ്ടിയിട്ട് ഓർഡർ നൽകാൻ വേണ്ടി പറ്റും. 3 ദിവസത്തിനുള്ളിൽ കോമ്പിറ്റന്റ് അതോറിറ്റിയുടെ അനുമതി നൽകണം എന്നുള്ളൂ. അപ്പോൾ ഈ ഒരു ഇന്റർസെപ്ഷൻ എന്ന് പറയുന്നത് 7 ദിവസത്തേക്ക് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അതിൽ കൂടുതൽ കൃത്യമായിട്ടുള്ള എവിഡൻസ് കിട്ടിയിട്ടില്ല എങ്കിൽ അതിൽ കൂടുതൽ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഇത്തരത്തിൽ കളക്ട് ചെയ്യുന്ന ഇന്റർസെപ്ഷൻ മെസ്സേജുകൾ 6 മാസത്തിനുള്ളിൽ, അതിന് പിന്നീട് ഉപയോഗമില്ല എന്നുണ്ടെങ്കിൽ 6 മാസത്തിനുള്ളിൽ ഡിസ്ട്രോയ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന് കൂടി ഓർത്ത് വെക്കുക. അപ്പോൾ ഈ ഒരു റൂൾസ് പുതിയതാണോ ഡിഫറെൻ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിലവിൽ ഇന്റർസെപ്ഷൻ എന്ന് പറയുന്നത് എമർജന്റ് കേസുകളിൽ, എമർജൻസി സിറ്റുവേഷൻസിൽ മാത്രമേ അലൗഡ് ഉള്ളൂ. പക്ഷേ ഇന്ന് ഇന്റർസെപ്ഷൻ എന്ന് പറയുന്നത് കോമ്പിറ്റന്റ് അതോറിറ്റിയുടെ അപ്രൂവൽ പോലും ഇല്ലാതെ ചെയ്യാൻ വേണ്ടി പറ്റും, റിമോട്ട് ഏരിയാസിലും ഓപ്പറേഷണൽ റീസൺസിനും വേണ്ടിയിട്ടെന്ന് ഓർത്ത് വെക്കാം. അപ്പോൾ ഒരുപാട് ഓഫീസേഴ്സിന് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഇന്റർസെപ്ഷൻ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത് സ്റ്റേറ്റ് ലെവലിൽ തന്നെ ചെയ്യാൻ പറ്റും എന്ന് പറയുന്നത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് മിസ്യൂസ് ചെയ്യപ്പെടാൻ സാധ്യത വളരെ കൂടുതലാണെന്ന് ഓർത്ത് വെക്കണം തന്നെ. അപ്പോൾ ഈ ഇന്റർസെപ്ഷൻ എന്ന് പറയുന്നത് 7 ദിവസത്തിനുള്ളിൽ കൺഫേം ചെയ്തിട്ടില്ലെങ്കിൽ മറ്റൊരു പേർപ്പസിനും അത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല, കോർട്ടിലും യൂസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്ന് പറയുന്നുണ്ട്. ബട്ട് ഇത് മിസ്യൂസ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ക്ലിയർ ആയിട്ടുള്ള ഒരു അക്കൗണ്ടബിലിറ്റി ഇല്ല എന്നുള്ളത്, ഇത് മിസ്യൂസ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് സാധ്യതയുണ്ട്. ഇത് വലിയൊരു ഇഷ്യൂ ആണ്, പ്രത്യേകിച്ചും റൈറ്റ് ടു പ്രൈവസിയുടെ ഒരു വയലേഷൻ ആയിട്ട് മാറാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. ഇൻ കേസ് ആരെങ്കിലും ഇത് മിസ്യൂസ് ചെയ്തെങ്കിൽ പോലും അവർക്ക് പ്യൂണിറ്റീവ് ആക്ഷൻ, അവർക്കെതിരെയുള്ള പണിഷ്മെന്റ് ഈ ഒരു റൂൾസിൽ പറയുന്നില്ല എന്നുള്ളതും വലിയൊരു ഡീഫോൾട്ട് ആയിട്ടുള്ള പ്രശ്നമാണ്. അതായത് മിസ്യൂസ് ചെയ്യാനുള്ള സാധ്യത വർദ്ധിക്കും എന്നുള്ളതാണ് കൺസേൺ ആയിട്ട് റേസ് ചെയ്യുന്നതെന്ന് ഓർത്ത് വെക്കാം. അടുത്തൊരു വാർത്ത നിങ്ങൾ കണ്ടാവും, മോട്ടോർ വെഹിക്കിൾ ആൾക്കാർ MVD ഒക്കെ വളരെ ദൂരത്ത് നിന്ന് കാറുകളുടെയും മറ്റുമൊക്കെ വേഗത, വാഹനങ്ങളുടെ വേഗത നോക്കുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലുള്ള ഒരു ക്യാമറ പോലുള്ള സംഭവത്തെ പിടിച്ചു നിൽക്കണം. ഇതിനെയാണ് സ്പീഡ് ഗൺ എന്ന് വിളിക്കുന്നതായിട്ടുള്ളത്. എങ്ങനെയാണ് ഈ ഒരു സ്പീഡ് ഗൺ വർദ്ധിക്കുന്നത്, ഇതെങ്ങനെയാണ് വാഹനങ്ങളുടെ സ്പീഡ് ഡിറ്റക്ട് ചെയ്യാൻ സഹായിക്കുന്നത് എന്നാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. ഇപ്പോൾ സ്പീഡ് ഗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഒരു ക്യാമറ പോലുള്ള ഡിവൈസ് ആണ്. ഇത് വെച്ചുകൊണ്ട് മൂവിങ് ഒബ്ജക്റ്റുകളെ, അവയുമായിട്ട് കോൺടാക്ട് ഇല്ലാതെ നമുക്ക് അതിന്റെ സ്പീഡ് മെഷർ ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഇതിന് ഉപയോഗിക്കുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസ് ആണ്, റേഡിയോ വേവ്സ് പോലുള്ള സംഭവങ്ങളാണ്. അപ്പോൾ ഇതിന് ഉപയോഗിക്കുന്ന മെക്കാനിസം അല്ലെങ്കിൽ ആ ഒരു ഇഫക്റ്റിനെയാണ് ഡോപ്ലർ ഇഫക്റ്റ് എന്ന് വിളിക്കുന്നതായിട്ടുള്ളത്. ഈ ഒരു ഡോപ്ലർ ഇഫക്റ്റ് ഉപയോഗിച്ചുള്ള ഡിവൈസുകൾ ലോ എൻഫോഴ്സ്മെന്റ് ഏജൻസീസ്, കോച്ചസ്, വിവിധ ഇൻഡസ്ട്രീസ് മോഷണമൊക്കെ ട്രാക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാറുണ്ട്. ഡോപ്ലർ ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള സംഭവമാണ്. അതായത് ഒരു വസ്തുവിന്റെ ഫ്രീക്വൻസി അല്ലെങ്കിൽ വേവ് ലെങ്ത്തിൽ ചേഞ്ച് ഉണ്ടാവും. പ്രത്യേകിച്ചും അതും ആ ഒരു വസ്തുവും നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന ആളും തമ്മിലുള്ള ദൂരം കൂടുന്നതിനും കുറയുന്നതിനും അനുസരിച്ച് ആ ഒരു വ്യത്യാസമാണ് ഇവിടെ മെഷർ ചെയ്യുന്നത് ഓർത്ത് വെക്കുന്നതാണ്. ഉദാഹരണത്തിന് ഒരു വിസിൽ അടിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു ട്രെയിൻ ശബ്ദം വെച്ചുകൊണ്ട് നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ നമുക്ക് ശബ്ദത്തിന്റെ ഒച്ച അല്ലെങ്കിൽ പിച്ച് വർദ്ധിച്ചു വരുന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെ ട്രെയിൻ നമ്മുടെ അടുത്ത് നിന്ന് ദൂരത്തേക്കാണ് പോകുന്നതെങ്കിൽ നമുക്ക് ശബ്ദം കുറയുന്നത് കാണാൻ പറ്റും. ഈ ഒരു റിലേറ്റീവ് ഡിഫറൻസ് ആണ്, അതായത് ദൂരം കൂടുന്നതിനനുസരിച്ച് ശബ്ദത്തിന്റെ ഒച്ച കൂടുന്നു, ദൂരം കുറയുന്നതനുസരിച്ച് ഒച്ച കുറയും എന്നുള്ള ആ ഒരു ഐഡിയ അത് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഒരു ഡോപ്ലർ ഇഫക്റ്റ് വർക്ക് ചെയ്യുന്നതായിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള സ്പീഡ് ഗൺ ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു ഫ്രീക്വൻസി ഷിഫ്റ്റ് നോക്കിയിട്ട് അവർ സ്പീഡ് കണ്ടെത്താനാണ് ശ്രമിക്കുന്നതെന്ന് കൂടി ഓർത്ത് വെക്കണം തന്നെ. അപ്പോൾ ഈ ഒരു സ്പീഡ് ഗൺസ് റേഡിയോ വേവുകൾ എമിറ്റ് ചെയ്യും, അത് വസ്തുക്കളിൽ പോയി തട്ടി തിരിച്ചു വരും. ആ തിരിച്ചു വരുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു ഗൺ ഉപയോഗിച്ചുകൊണ്ട് റിട്ടേണിംഗ് വേവ്സിനെയും ഹയർ ഫ്രീക്വൻസി ആണോ എന്നൊക്കെ നോക്കിയിട്ടാണ് ഡോപ്ലർ ഇഫക്റ്റിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നതായിട്ടുള്ളത്.
ആ രണ്ട് ഫ്രീക്വൻസിയും തമ്മിലുള്ള ഡിഫറൻസ് നോക്കിയിട്ട് അത് സ്പീഡ് ഓഫ് ലൈറ്റും ഒക്കെ വെച്ച് കമ്പയർ ചെയ്തിട്ടാണ് ചെയ്യുന്നത് എന്ന് കൂടി ഓർത്ത് വെക്കുന്നതന്നെ. ഒബ്ജക്റ്റ് വളരെ ഫാസ്റ്റ് ആയിട്ടാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ഫ്രീക്വൻസി ഡിഫറൻസ് വളരെ ലാർജർ ആയിരിക്കും എന്ന് കൂടി ഓർത്ത് വെക്കുക. അത് വെച്ച് വളരെ കൃത്യമായിട്ട് സ്പീഡ് മെഷർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതിൽ ഷോർട്ട് കമ്മിങ്സ് എന്തെങ്കിലും ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ റേഡിയോ വേവ്സ് ഡൈവേർജ് ചെയ്യും, ഒരു സ്പെസിഫിക് ഒബ്ജക്റ്റിൽ മാത്രം ടാർഗറ്റ് ചെയ്യും, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ റീഡിങ്ങിൽ ഇനാക്യുറസീസ് ഉണ്ടാവാം എന്ന് കൂടി ഓർത്ത് വെക്കുക. അതായത് ഒരേ സമയത്ത് രണ്ടോ മൂന്നോ വെഹിക്കിൾസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള റീഡിങ്സ് ആണ് വരിക എന്നുകൂടി ഓർത്ത് വെക്കുന്നതാണ്. ഇതേപോലെ തന്നെ മറ്റൊരു മെത്തേഡാണ് ലേസർ ഉപയോഗിക്കാറുണ്ട്. ലിഡാർ എന്ന് വിളിക്കും, ലൈറ്റ് ഡിറ്റക്ഷൻ ആൻഡ് റേഞ്ചിങ് ഗൺസ് ഉണ്ട്. ഇത് ഉപയോഗിച്ച് ലേസർ ലൈറ്റ് ആണ് യൂസ് ചെയ്യുക. ഇത് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള റിസൾട്ടുകൾ പ്രൊവൈഡ് ചെയ്യും, കുറച്ചുകൂടി ആക്യുറേറ്റ് ആണ് എന്ന് കൂടി ഓർത്തു വെക്കാം. അടുത്തൊരു വാർത്ത, ട്രംപിന്റെ അടുത്തൊരു ഭീഷണിയാണ്. പനാമ കനാൽ തിരിച്ചെടുക്കും എന്നാണ് ഭീഷണിപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് പനാമ കനാൽ, എന്താണ് അതിന്റെ ഹിസ്റ്ററി, എന്തുകൊണ്ടാണ് ട്രംപ് അതിനെ തിരിച്ചെടുക്കും എന്ന് പറയുന്നത് എന്നുള്ളത്. ഇപ്പൊ ഡൊണാൾഡ് ട്രംപ് എന്ന് വെച്ചാൽ ഈ ഒരു യുഎസിന്റെ മേലെ അൺഫെയർ ആയിട്ടുള്ള ഫീസാണ് പനാമ കനാലിലേക്കൂടെ പോകുന്നതിന് പനാമ ചുമത്തുന്നതായിട്ടുള്ളത്. ഇതേ രീതിയിൽ തുടരുകയാണെങ്കിൽ നമ്മൾ അമേരിക്ക ആ പനാമ കനാലിനെ തിരിച്ചെടുക്കും എന്നാണ് ട്രംപ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം ചൈനയുടെ ഈ ഒരു മേഖലയിൽ ഗ്രോയിങ് ഇൻഫ്ലുവൻസിനെയും അദ്ദേഹം എന്ത് ചെയ്തു, ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട് എന്ന് കൂടി ഓർത്ത് വെക്കാം. അപ്പോൾ പനാമ കനാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാപ്പിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നോർത്ത് അമേരിക്കയ്ക്കും സൗത്ത് അമേരിക്കയ്ക്കും ഇടയിലായിട്ടുള്ള ഒരു കനാലാണ്. അപ്പോൾ നമുക്ക് പസഫിക് ഓഷ്യനെയും അറ്റ്ലാന്റിക് ഓഷ്യനെയും തമ്മിൽ പ്രത്യേകിച്ചും കരീബിയൻ സീ വഴി കണക്ട് ചെയ്യുന്ന ഒരു കനാലാണെന്ന് പറയും. ഇതൊരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള വാട്ടർവേ ആണ്. അറ്റ്ലാന്റിക് ഓഷ്യനെയും പസഫിക് ഓഷ്യനെയും കണക്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇസ്തുമസ് പനാമ വഴിയാണ് ഇത് പോകുന്നതായിട്ടുള്ളത്. ഇത് ഒരു പ്രധാനപ്പെട്ട മാരിടൈം ട്രേഡുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് എന്ന് ഓർത്ത് വെക്കേണ്ടതാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു നോർത്ത് ആൻഡ് സൗത്ത് അമേരിക്കയുടെ വളരെ നാരോ ആയിട്ടുള്ള ഒരു പോർഷൻ ഉണ്ട് ഇവിടെ. അവിടെയാണ് ഈ ഒരു പനാമ കനാൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട സ്ട്രാറ്റജിക് വാട്ടർവേ ആണ്. ഒന്ന് സൂയസ് കനാലാണ്, അത് കഴിഞ്ഞാൽ രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പനാമ കനാൽ എന്ന് ഓർത്ത് വെക്കുക. ഏകദേശം 80 കിലോമീറ്റർ ആണ് ഇതിന്റെ നീളം എന്നുകൂടി ഓർത്ത് വെക്കേണ്ടതാണ്. അപ്പോൾ ഇതിൽ ഒരുപാട് ലോക്കുകൾ റേസ് ചെയ്യാനും ലോവർ ചെയ്യാനും ഒക്കെ ഉണ്ട്. അതുവഴിയാണ് വാട്ടർ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതുവഴിയാണ് ഈ ഒരു ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്ന് കൂടി ഓർത്ത് വെക്കേണ്ടതാണ്. അപ്പോൾ ഇതിന്റെ ഒരു ഹിസ്റ്ററി നോക്കുവാണെങ്കിൽ പനാമ കനാലിന്റെ ഹിസ്റ്ററി നോക്കുവാണെങ്കിൽ ഇത് ഫ്രാൻസ് ആണ് 1889 ബിൽഡ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ടുള്ളത്. പക്ഷേ ഫൈനാൻഷ്യൽ ട്രബിൾസ് കാരണവും രോഗങ്ങൾ കാരണവും ഒക്കെ അവർ പിന്നീട് അത് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് ഈ ഒരു പ്രൊജക്ട് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അതായത് അമേരിക്ക ഏറ്റെടുക്കുകയും 1904 മുതൽ 14 വരെയുള്ള 10 വർഷം കൊണ്ട് ഇവരിത് പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ തുടർച്ചയായിട്ട് 1999 വരെ അമേരിക്കയാണ് ഈ ഒരു പനാമ കനാലിനെ കൺട്രോൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം 1999 ഡിസംബർ 31 പനാമയ്ക്ക് ഈ ഒരു കനാല് മാനേജ് ചെയ്യാനുള്ള അധികാരം നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ഓപ്പറേഷൻ, അഡ്മിനിസ്ട്രേഷൻ അതുപോലെ തന്നെ മെയിൻ്റെനൻസ് വരുന്നുണ്ടായിരുന്നു. ഇത് ടോറിജോസ് കാർട്ടർ ട്രീറ്റി പ്രകാരമാണ് ഇത്തരത്തിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഈ ഒരു അധികാരം പനാമയ്ക്ക് നൽകിയിട്ടുള്ളതെന്നും കൂടി ഓർത്തു വെക്കേണ്ടതായിട്ട്. അപ്പോൾ ഏകദേശം പനാമ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ലൊക്കേഷൻ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ പസഫിക് ഓഷ്യനെയും അറ്റ്ലാന്റിക് ഓഷ്യന്റെ ആ ഒരു ഭാഗം കരീബിയൻ സീ എന്ന് വിളിക്കും. അവിടെ നമ്മൾ കണക്ട് ചെയ്യുന്ന ഒരു കനാൽ പ്രദേശമാണിത് എന്നുള്ള കാര്യം ഓർത്തു വയ്ക്കേണ്ടതായിട്ട് പനാമ കനാൽ വാർത്തയിലുണ്ട്. അടുത്തത് റീസെന്റ് ആയിട്ട് ഉണ്ടായിട്ടുള്ള സൈക്ലോൺ ആയിരുന്നു. ഈ നൂറ്റാണ്ടിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള സൈക്ലോൺ എന്ന് വിളിച്ച സൈക്ലോൺ ചിഡോ എന്ന് പറയുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ചിഡോയിനെ കുറിച്ച്. ഇത് മൊസാംബിക്കിൽ ഏകദേശം 1 ലക്ഷത്തോളം വീടുകൾ നശിപ്പിച്ചു, 94ഓളം മരണത്തിന് കാരണമായി എന്ന് പറഞ്ഞിട്ടുള്ള വാർത്തയാണ്. അപ്പോൾ നമ്മൾ ചിഡോയിനെ കുറിച്ച് ഓൾറെഡി ഡിസ്കസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു മൊസാംബിക്കിന്റെ ലൊക്കേഷൻ എവിടെയാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അപ്പോൾ സൈക്ലോൺ ചിഡോ എന്ന് പറയുന്നത് 94 മരണത്തിന് കാരണമായിട്ടുണ്ട് മൊസാംബിക്കിൽ. അതുപോലെ തന്നെ 1 ലക്ഷത്തോളം വീടുകൾ നശിക്കാൻ കാരണമായി. ഇന്ത്യൻ ഓഷ്യനിൽ കഴിഞ്ഞ ആഴ്ചയിലാണ് ഇത് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫ്രഞ്ച് ഐലൻഡ് ടെറിട്ടറി ആയിട്ടുള്ള മയോട്ടയിൽ ഹിറ്റ് ചെയ്യുന്നതിന് മുന്നേ, അതുപോലെ തന്നെ ആഫ്രിക്കൻ മെയിൻലാൻഡിൽ ഹിറ്റ് ചെയ്യുന്നതിന് മുമ്പേ മയോട്ടയിലും വലിയ നാശനഷ്ടമാണ് ഉണ്ടാക്കിയിട്ടുള്ളതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മൊസാംബിക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യൻ ഓഷ്യനിൽ നമുക്ക് മഡഗാസ്കർ ദ്വീപിനെ കാണാൻ പറ്റും, ആഫ്രിക്കയെ കാണാൻ പറ്റും, ആഫ്രിക്കയിലെ മൊസാംബിക്കിനെ കാണാൻ പറ്റും. മൊസാംബിക്കിന്റെ മുകളിലായിട്ട് തൻസാനിയ, ഇവിടെ മലാവി ഉണ്ട്. ഇവിടെ ഒരു ലേക്ക് കാണാൻ വേണ്ടി പറ്റും, ശ്രദ്ധിക്കുക, ലേക്ക് മലാവി നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് സാംബിയനെ കാണാൻ പറ്റും, സിംബാബ്വേനെ കാണാൻ പറ്റും. താഴെ ഈ എസ്വാറ്റാനി ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ലെസോത്തോ കുറച്ച് താഴെയുണ്ട്. സൗത്ത് ആഫ്രിക്കയുടെ ഭാഗങ്ങളെയും കാണാൻ വേണ്ടി പറ്റും. മാപ്പുട്ടോ ആണ് ക്യാപിറ്റൽ ആയിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ മൊസാംബിക്കിന്റെ ലൊക്കേഷൻ ഒന്ന് ഓർത്ത് വെക്കുക. മൊസാംബിക് എന്ന് വെച്ചാൽ സൗത്ത് ഈസ്റ്റ് ആഫ്രിക്കയിലെ കൺട്രിയാണ്. ഒരു സൈഡിൽ ഇന്ത്യൻ ഓഷ്യൻ ഉണ്ട്, താൻസാനിയ ഉണ്ട്, മലാവി ഉണ്ട്, സാംബിയ ഉണ്ട്, സിംബാബ്വെ ഉണ്ട്, എസ്വാത്താനി ഉണ്ട്, അതുപോലെ തന്നെ സൗത്ത് ആഫ്രിക്ക ഉണ്ട് എന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ ഇതിലെ
സോവറിൻ സ്റ്റേറ്റ് ആയിട്ട് കൊമറോസ്, മയോട്ടെ, മഡഗാസ്കർ തുടങ്ങിയിട്ടുള്ള സോവറിൻ സ്റ്റേറ്റുകൾ മൊസാംബിക് ചാനലിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് ഓർത്ത് വെക്കുക. മപ്പൂട്ടോ ആണ് ഇതിന്റെ ലാർജസ്റ്റ് സിറ്റി, അതുപോലെ തന്നെ ക്യാപിറ്റൽ സിറ്റി ആയിട്ടുള്ളതെന്ന് ഓർത്ത് വെക്കുക. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആ ലേക്ക് മലാവി ഒന്ന് ഓർത്ത് വെക്കണം. ലേക്ക് മലാവി അല്ലെങ്കിൽ ലേക്ക് ന്യാസ, ലാഗോ നിയാസ എന്നൊക്കെ വിളിക്കും. ഇതൊരു ആഫ്രിക്കൻ ഗ്രേറ്റ് ലേക്ക് സീരീസിൽ പെട്ടിട്ടുള്ള ഒരു ലേക്ക് ആണ്. ഇത് ഈസ്റ്റ് ആഫ്രിക്കൻ റിഫ്റ്റ് സിസ്റ്റത്തിന്റെ ഏറ്റവും സൗത്തേൺ മോസ്റ്റ് ലേക്ക് ആയിട്ട് വരുന്നതാണ് ലേക്ക് മലാവി എന്ന് വിളിക്കുന്നതായിട്ടുള്ളത്. അപ്പൊ ഇത് മലാവിക്കും മൊസാംബിക്കിനും താൻസാനിയക്കും ഇടയിലായിട്ടാണ് ഈ ഒരു ലേക്കുകൾ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. അടുത്തൊരു വാർത്ത എന്ന് പറയുന്നത് ഡാർക്ക് മാറ്ററുമായി ബന്ധപ്പെട്ടതാണ്. ഇപ്പോൾ ഡാർക്ക് മാറ്ററും അതുപോലെ തന്നെ ഡാർക്ക് മാറ്ററിന്റെ പാർട്ടിക്കിൾ സൈസുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് ഡാർക്ക് മാറ്റർ, എന്താണ് പാർട്ടിക്കിൾ സൈസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്ന് ബ്രീഫ് ആയിട്ട് മനസ്സിലാക്കാം. കുറേ വർഷങ്ങളായിട്ട് സയന്റിസ്റ്റുകൾ ബിലീവ് ചെയ്തെന്ന് വെച്ചാൽ ഡാർക്ക് മാറ്റർ പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോട്ടോണിന്റെ 10 മുതൽ 31 മടങ്ങ് വരെ മാസ് ഉണ്ടാവും എന്നാണ് വിചാരിച്ചിട്ടുള്ളത്. എന്നാൽ റീസെന്റ് ആയിട്ട് മിനിമം മാസ് എന്ന് പറയുന്നത് 10 മുതൽ 30 മടങ്ങല്ല, അതിന്റെ 2.3 മടങ്ങിൽ അധികമായിരിക്കും എന്നാണ് സയന്റിസ്റ്റുകൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് സയന്റിസ്റ്റുകൾ എങ്ങനെയാണ് പാർട്ടിക്കിൾ ഫിസിക്സിൽ പ്രത്യേകിച്ചും ഡാർക്ക് മാറ്ററിനെ കുറിച്ചുള്ള അണ്ടർസ്റ്റാൻഡിങ് എത്രമാത്രം തുടക്കം മാത്രമാണ്, അതിന്റെ മാസിനെ കുറിച്ച് പോലും നമുക്ക് വ്യക്തമായിട്ടുള്ള ധാരണ ഇല്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതായിരുന്നു. കാരണം അതിലെ ഇനീഷ്യൽ സ്റ്റഡീസിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഡാർക്ക് മാറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രപഞ്ചത്തിൽ ഉണ്ടെന്ന് നമ്മൾ കരുതുന്ന ഇൻവിസിബിൾ ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആണ്. നമ്മുടെ പ്രപഞ്ചത്തിന്റെ ഭൂരിഭാഗം 6ൽ 5 ഭാഗവും ഉൾക്കൊള്ളിരിക്കുന്നത് ഈ ഒരു 6th, അതായത് 5 ഔട്ട് ഓഫ് 6ഉം യൂണിവേഴ്സിന്റെ മാസ് എന്ന് പറഞ്ഞാൽ ഡാർക്ക് മാറ്റർ ആണ് എന്നുള്ളതാണ് നമ്മൾ കരുതുന്നതായിട്ടുള്ളത്. അപ്പൊ ഇത് സാധാരണ മാറ്ററിനെ കമ്പയർ ചെയ്യുമ്പോൾ ഡാർക്ക് മാറ്റർ പാർട്ടിക്കിൾസ് ഹെവി മാസ് ആണ്, അതുപോലെ തന്നെ കോംപ്ലക്സ് സ്ട്രക്ചേഴ്സ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് കാരണമാകുന്നത് ഈ ഒരു ഡാർക്ക് മാറ്റർ ആണ് എന്നുള്ള രീതിയിലാണ് നമ്മൾ കരുതുന്നത് എന്നുകൂടി ഓർത്ത് വെക്കാം. അപ്പൊ റീസെന്റ് ആയിട്ട് എന്താ സംഭവിച്ചു വെച്ചാൽ റീസെന്റ് ആയിട്ടുള്ള ഒരു റിസർച്ച് ഡ്വാർഫ് ഗാലക്സി ലിയോ 2യുമായി ബന്ധപ്പെട്ട സ്റ്റഡീസ് നടത്തുമ്പോൾ അവിടുത്തെ ലൈറ്റർ ആയിട്ടുള്ള ഡാർക്ക് മാറ്റർ പാർട്ടിക്കിൾസ് ഉണ്ട് എന്നാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നതെങ്കിൽ അത് ആ ഗാലക്സിയുടെ ഇന്നർ റീജിയൻസിനെ മാസിനെ ജസ്റ്റിഫൈ ചെയ്യുന്നുണ്ടായിരുന്നില്ല. അതായത് അവിടെ കുറെ കൂടി ഹെവിയർ ആയിട്ടുള്ള ഡാർക്ക് മാറ്റർ ഉണ്ടെങ്കിൽ മാത്രമാണ് അതിനെ ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റുക. സോ അത്തരത്തിലാണ് 2.3 ടൈംസ് 10 to 31 ടൈംസ് പ്രോട്ടോൺ മാസ് എന്ന ഐഡിയയിലേക്ക് എത്തിയിട്ടുള്ളത് എന്നുകൂടി ഓർത്ത് വെക്കേണ്ടതായിട്ടുണ്ട്. അടുത്തത് സ്പേസ് ഡെക്സ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഈ ഒരു സ്പേസ് ഡോക്കിംഗ് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ നമുക്ക് ബ്രീഫ് ആയിട്ട് നോക്കാം എന്താണ് ഈ ഒരു ഡീറ്റെയിൽസ് എന്നുള്ളത്. ഇപ്പോൾ സ്പേസ് ഡോക്കിംഗ് എക്സ്പെരിമെന്റ് എന്ന് വെച്ചാൽ സ്പേസിൽ വെച്ചിട്ട് 2 സാറ്റലൈറ്റുകൾ തമ്മിൽ അല്ലെങ്കിൽ 2 സ്പേസ് ക്രാഫ്റ്റുകൾ തമ്മിൽ പരസ്പരം കണക്ട് ചെയ്യുന്നതിനെയാണ് സ്പേസ് ഡോക്കിംഗ് എന്ന് വിളിക്കുന്നതായിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ISRO ഇതുമായി ബന്ധപ്പെട്ട ഒരു റീസെന്റ് ഡെവലപ്മെന്റിന് പോവുകയാണ്. ഒരു പുതിയ മിഷൻ 2 സാറ്റലൈറ്റുകൾ ഒന്നിച്ച് സ്പേസിലേക്ക് അയക്കുകയും അതിൽ ഈ ഡോക്കിംഗ് അൺഡോക്കിംഗ് എന്ന് പറയുന്നത് ആ ഒരു മോഷനിൽ തന്നെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് പോകുന്നതായിട്ടുള്ളത്. ഇത് പ്രത്യേകിച്ചും ഇന്ത്യ സ്വന്തമായിട്ട് ഒരു സ്പേസ് സ്റ്റേഷൻ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ എന്ന പേരിൽ. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ ഒരു അന്തരീക്ഷ സ്പേസ് സ്റ്റേഷനിലേക്ക് പോയി നമ്മുടെ ഇവിടുന്ന് ആസ്ട്രോനട്ട് പോകുന്നതിനെ ഡോക്ക് ചെയ്യുകയും അൺഡോക്ക് ചെയ്യുകയും വേണം. അതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ഡെവലപ്മെന്റ് ആണെന്ന് പറയാം. അപ്പൊ ഇത്തരത്തിൽ ഇന്ത്യക്ക് ഈ ഡോക്കിംഗ് അൺഡോക്കിംഗ് സക്സസ്ഫുൾ ആവാണ് ലോകത്ത് 4ാമത്തെ രാജ്യമായിട്ട് നമ്മൾ മാറും എന്നുള്ള കാര്യം കൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സ്പേസ് ഡെക്സ് മിഷൻ എന്ന് പറഞ്ഞാൽ PSLV C60യുടെ ഭാഗമായിട്ടായിരിക്കും. ഡിസംബർ 30-നാണ് ഇത് ലോഞ്ച് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഏകദേശം 220 കിലോഗ്രാം ഭാരമുള്ള 2 സാറ്റലൈറ്റുകളാണ് വിടുക. അപ്പൊ ഇത് ഏകദേശം 470 കിലോമീറ്റർ വൈഡ് ആയിട്ടുള്ള സർക്കുലർ ഓർബിറ്റിലാണ് പോവുക. അത് ഏകദേശം 66 ദിവസം കൊണ്ട് കറങ്ങും എന്നുകൂടി ഓർത്ത് വെക്കുക. അപ്പൊ ഈ ഡോക്കിംഗ് മാനോവേഴ്സ് സ്പേസ് ഡെക്സിന്റെ പ്രൈമറി ഒബ്ജക്റ്റീവ് ആയിരിക്കും. അതിനുശേഷം അതിന്റെ മറ്റു ഒബ്ജക്റ്റീവ്സിലേക്ക് കടക്കുമെന്ന് ഓർത്ത് വെക്കുക. വൺസ് ഡോക്കിംഗ് അൺഡോക്കിംഗ് കംപ്ലീറ്റ് ആയതിനു ശേഷം ഇത് ഇലക്ട്രിക് പവേഴ്സ് ഒരു സാറ്റലൈറ്റിന് മറ്റൊരു സാറ്റലൈറ്റിലേക്ക് ഇലക്ട്രിക് പവർ ട്രാൻസ്ഫർ ചെയ്യും. അതുപോലെ തന്നെ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, പ്രത്യേകിച്ച് സ്പേസ് റോബോട്ടിക്സ്, അതുപോലെ തന്നെ സ്പേസ് ക്രാഫ്റ്റ് കൺട്രോൾ, അതുപോലെ തന്നെ പേലോഡ് ഓപ്പറേഷൻ തുടങ്ങിയവയ്ക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ടെക്നോളജീസ് ആണെന്ന് ഓർത്ത് വെക്കുക. ഈ ഒരു ടെക്നോളജീസും കൂടെ അവിടെ ടെസ്റ്റ് ചെയ്യപ്പെടും എന്നുകൂടി ഓർത്ത് വെക്കേണ്ടതായിട്ട്. അപ്പോൾ ഇത്രയും ടോപ്പിക്കുകളാണ് ഇന്നേ ദിവസം ഡിസ്കഷൻ ആയിട്ടുള്ളത്. കൃത്യമായിട്ട് മനസ്സിലാക്കുക, കൃത്യമായിട്ട് റിവിഷൻ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.